നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ഇപ്പോൾ സെർബിയ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മത്സരങ്ങൾ അവരിപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് അവർ പരാജയപ്പെട്ടിരുന്നു. പിന്നീട് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ സ്ലോവേനിയയോട് അവർ സമനില വഴങ്ങുകയും ചെയ്തിരുന്നു. 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് മാത്രമുള്ള സെർബിയ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ഉള്ളത്. എന്നാൽ സെർബിയയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് സെർബിയയുമായി പ്രശ്നത്തിലുള്ള രാജ്യങ്ങളാണ് അൽബേനിയയും അതുപോലെ തന്നെ ക്രൊയേഷ്യയും. ഈ 2 ടീമിന്റെയും ആരാധകർ വളരെ ഒഫൻസീവായ ചാൻഡുകൾ സെർബിയക്കെതിരെ മുഴക്കിയിട്ടുണ്ട്. സെർബിയക്കാരെ കൊല്ലുക എന്നുള്ള ഒരു ചാൻഡാണ് ഇവർ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും അൽബേനിയൻ ആരാധകരാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് യൂറോ കപ്പിനിടെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെ പ്രകോപനപരമായ ചാൻഡുകൾ മുഴക്കിയ അൽബേനിയൻ ആരാധകർക്കെതിരെ കടുത്ത നടപടി എടുക്കണം എന്നാണ് ഇപ്പോൾ സെർബിയൻ ഫുട്ബോൾ അസോസിയേഷൻ യൂറോ കപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാത്ത പക്ഷം യൂറോ കപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ള ഒരു ഭീഷണിയും ഇപ്പോൾ സെർബിയൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വേണ്ട രൂപത്തിലുള്ള നടപടികൾ എടുക്കാനാണ് ഇവരിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനിടെ ഒരു കൊസോവൻ TV ജേർണലിസ്റ്റിന് യൂറോ കപ്പിൽ നിന്നും വിലക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സെർബിയൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചതിനാണ് ഈ ഒരു പത്രപ്രവർത്തകന് വിലക്ക് ലഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ യൂറോ കപ്പിലും പ്രതിഫലിച്ച് കാണാറുണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കാറുണ്ട്. ഏതായാലും അതിനെതിരെ കടുത്ത നടപടികൾ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരിൽ നിന്നും ഉയരുന്ന ആവശ്യങ്ങൾ. ഇനി കേവലം ഒരു മത്സരം മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ സെർബിയക്ക് അവശേഷിക്കുന്നത്. കരുത്തരായ ഡെൻമാർക്കാണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.